52 വയസ്സുള്ള ഒരു അങ്കിൾ പെട്ടെന്നൊരു ദിവസം ഒരു ഗെയിമിനകത്ത് പോയാലോ? ഇത് തന്നെയാണ് ഇപ്പോൾ വളരെയധികം തരംഗം സൃഷ്ടിക്കുന്ന ആനിമയായ അക്കുയാക്കു റേജോ ടെൻസി ഓജിസിൻ്റെയും കഥ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അങ്കിളായ കെൻസുബുറോ തൊണ്ടബയാശി, പേര് കുറച്ച് കഴിച്ചാൽ പൊട്ടാത്തതായതുകൊണ്ട് നമുക്ക് കെൻസുബുറോ എന്ന് തന്നെ വിളിക്കാം. കെൻസുബുറോ ഒരു ഓട്ടമേ ഗെയിമിലോട്ടാണ് പുനർജനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഓട്ടമേ ഗെയിംസ് എന്നാൽ എന്താണ് തന്നെ ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾ ഓരോ ഡ്രാമയിൽ കണ്ടിട്ടില്ലേ നമ്മുടെ നായികയുടെ പുറകെ രണ്ട് പയ്യന്മാർ? ഇതിൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കുമല്ലോ അവസാനം നായിക പോകുന്നത്. അതുപോലെ തന്നെയാണ് ഓട്ടമേ ഗെയിംസും. പക്ഷേ ഇവിടെ ഡ്രാമയ്ക്ക് പകരം ഗെയിമാണെന്നേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് ഫീമെയിൽ ലീഡിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത്. ഡ്രാമയിലൊക്കെ പോലെ തന്നെ ഓട്ടമേ ഗെയിംസിനകത്ത് കുറേ മെയിൽ ലീഡ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യുക എന്നതാണ്. സോ ഒരു ഡേറ്റിംഗ് സിം പോലെ തന്നെയാണ് ഓട്ടമേ ഗെയിംസും. കെൻസുബുറോ പുനർജനിച്ചത് ഗ്രേസ് ഒവർഗ് എന്ന് പറഞ്ഞ ഒരു പണക്കാരിയായ അവിടുത്തെ ഡ്യൂക്ക് ഒവർഗിൻ്റെ മകളുടെ ശരീരത്തിലേക്കാണ്. പക്ഷെ 52 വയസ്സുള്ള കെൻസുബുറോ 18 വയസ്സുകാരിയായ ഗ്രേസ് ഒവർഗായി എന്തുകൊണ്ട് പുനർജനിച്ചിരിക്കുന്നു? ദൈവത്തിന് വല്ലതും തെറ്റ് പറ്റിയതാവോ? ഇനി താൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്ത് കെൻസുബുറോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് വാതിൽ നിന്ന് ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ കഥക് തുറന്ന് ഒരു ചുമന്ന മുടിയോടുകൂടിയ വേലക്കാരി ജോസേട്ടനല്ല കേട്ടോ, ജോസെറ്റ ഉടുപ്പുമായി വന്നത്. കുറച്ച് പേടിയോടുകൂടി എക്സ്ക്യൂസ് മീ മിസ്, ഇത് തരാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗ്രേസ്, അതായത് കെൻസുബുറോ, താങ്ക് യു എന്ന് പറഞ്ഞത് കേട്ട ഷോക്കിൽ കയ്യിലുള്ള ഉടുപ്പ് താഴെയിട്ട് ആളവിടുന്ന് എസ്കേപ്പ് അടിക്കുന്നു. ഇതെല്ലാം കണ്ട കെൻസുബുറോ തലയിൽ കൈവച്ചുകൊണ്ട് ഗ്രേസിന് ഇതുവരെയുള്ള മെമ്മറി ഓർക്കുകയാണ്. പുള്ളിയുടെ ഓർമ്മയനുസരിച്ച് ഗ്രേസിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അവൾ എപ്പോഴും സെർവൻസിനെ വഴക്ക് പറയാതേ ഉള്ളൂ. അവരോട് ഒരിക്കലും നന്ദി അവൾ പറയാറില്ല. ഗ്രേസിൻ്റെ ഓർമ്മകളിൽ നിന്ന് കെൻസുബുറോയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. തൻ്റെ ഈ ഗെയിമിലെ റോൾ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വില്ലൻ എന്നതാണെന്ന്. നിന്റെ സ്ഥാനം നീ അറിഞ്ഞിരിക്കണം. ഈ സ്കൂൾ നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വെറുതെ വന്ന് നശിപ്പിക്കാനുള്ളതല്ല. ടി വിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം മുഴുകി. അപ്പോൾ കെൻസുബുറോ റൂമിലോട്ട് വരികയാണ്. ഇപ്പോഴത്തെ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാമല്ലോ എന്ന് സോഫയിലിരിക്കുന്ന മകളായ ഹിനോക്കയോട് കെൻസുബുറോ പറയുന്നു. അപ്പോഴാണ് ടി വിയിലെ ചുരുണ്ട മുടിയുള്ള പെണ്ണിനെ കെൻസുബുറോ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഇതാരാണെന്ന് മകളായ ഹിനോക്കയോട് കെൻസുബുറോ ചോദിക്കുന്നു. അവൾ നായികയ്ക്കെതിരായിട്ടുള്ള ക്യാരക്ടറാണെന്നും ഈ ഗെയിമിലെ വില്ലനസായ ഗ്രേസ് ഒവർഗാണെന്നും ഹിനോക്കോ കെൻസുബുറോയോട് പറയുന്നു. കെൻസുബുറോയുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ നായികയ്ക്കെതിരായിട്ടുള്ള ഇതുപോലത്തെ കഥാപാത്രങ്ങളുണ്ട്. ഗ്ലാസ് മാസ്കിലെ അയുമിനെ പോലെ, എയിം ഫോർ ദ ഈസിലെ മാഡം ബട്ടർഫ്ലൈനെ പോലെ. ഓഹ് അച്ഛൻ്റെ കാലത്ത് ഈ പഴഞ്ച സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, വെറുതെ മനുഷ്യനെ വെറുപ്പിക്കാതെ എന്നിത് കണ്ടുകൊണ്ട് ഹിനാക്കോ പറയുന്നു. ഇപ്പോഴാണ് കെൻസുബുറോയ്ക്ക് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായത്. താൻ മാജിക്കൽ അക്കാഡമി ലവ് ആൻഡ് ബീസ്റ്റ് എന്ന ഗെയിമിലെ വില്ലനസായ ഗ്രേസ് ഒവർഗായിട്ടാണ് പുനർജനിച്ചിരിക്കുന്നു എന്ന്. താനിപ്പോൾ ഗ്രേസ് ഒവർഗാണ്, അതായത് ഈ കഥയുടെ വില്ലനസ്. ഇന്നാണ് റോയൽ അക്കാഡമി ഓഫ് മാജിക് സ്കൂളിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗ്രേസിൻ്റെ ആദ്യത്തെ ദിവസം. പിന്നെ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടോ? ഇന്ന് അവളുടെയും ആദ്യത്തെ ദിവസമാണ്. അവളുടെ മുഖത്തെ ആ ഊർജ്ജസ്വലത കണ്ടോ? എന്നാൽ പക്ഷേ ഇപ്പോൾ അവൾ അതിദാരുണമായി അടിച്ചും കെട്ടി വീഴുകയാണ്. ഗെയിം കളിക്കുന്ന എല്ലാവർക്കും സിമ്പത്തൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അവൾ, ഒരു സംശയമില്ല. അവൾ തന്നെയാണ് ഈ ഓട്ടമേ ഗെയിമിൻ്റെ ഫീമെയിൽ ലീഡ്, അന്ന ഡോൾ. അവൾ തട്ടി വീണേൽക്കാം, പക്ഷേ ഇന്ന് അക്കാഡമിയിലുള്ള അവളുടെ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് അവൾ ഭയങ്കര എക്സൈറ്റഡാണ്. പക്ഷേ ഗ്രേസ് അവളുടെ ഫ്രണ്ടിൽ തടസ്സമായി നിന്ന് അവളെ വഴക്ക് പറയാൻ തുടങ്ങും. ഈ സ്കൂളിലുള്ള മിക്കവരും പണക്കാരുടെ മക്കളാണ്. അതുകൊണ്ട് ഈ സ്കൂളിൽ സാധാരണക്കാർ ഭയങ്കര റെയർ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രേസ് അവളുടെ സ്റ്റാറ്റസും അന്നയുടെ സ്റ്റാറ്റസും തമ്മിൽ താരതമ്യം ചെയ്ത് അന്നയുടെ കുടുംബത്തെ കളിയാക്കുന്നു. അവസാനം അന്നയെ കരയിപ്പിച്ചു. അന്നേരമാണ് അന്ന മനസ്സിൽ തീരുമാനിച്ചത് അവൾ ഗ്രേസിൻ്റെ വാക്കുകൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ മാജിക് കഷ്ടപ്പെട്ട് പഠിക്കുമെന്ന്. എന്നിങ്ങനെ ഹിനാക്കോ അവളുടെ ഫേവറേറ്റ് ക്യാരക്ടറിനെ കുറിച്ച് അച്ഛനായ കെൻസുബുറോയോട് പറഞ്ഞു കൊടുക്കുന്നു. താൻ ഇത്ര നേരമായി ചിന്തിച്ചിട്ടും കെൻസുബുറോയ്ക്ക് മനസ്സിലാകുന്നില്ല താൻ എന്തുകൊണ്ടാണ് ഗ്രേസായി പുനർജനിച്ച്. നീ അവിടെ നിന്നേ എന്ന് കെൻസുബുറോ അന്നയോട് പറയുന്നു. ഇത് കേട്ട് ചുറ്റുമുള്ളവർ അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്നോർത്ത് ചുറ്റിനും കൂടി. അവിടെ കുറച്ച് പെണ്ണുങ്ങൾ ആ വെള്ളമുടിക്കാരി ഗ്രേസ് ഒവർഗാണെന്നും ഡ്യൂക്ക് ഒവർഗിൻ്റെ മകളാണെന്നും ഒക്കെ പറയുന്നു. രാജകുടുംബം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും പവർഫുൾ ഫാമിലിയാണ് ഒബർഗ് ഫാമിലി. ആ ഒബർഗ് ഫാമിലിയെ ഗ്രേസ് ഒവർഗല്ലേ അത് എന്നൊക്കെ ആളുകൾ പിറുപിറുത്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഗ്രേസ് അന്നയോടായി പറയുകയാണ്, നിന്നെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടും
നീ ഒരു സാധാരണക്കാരിയായിട്ടും നീയല്ലേ ഫസ്റ്റ് റാങ്കോട് കൂടി എൻട്രൻസ് എക്സാം പാസ്സായത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പണക്കാർ പഠിക്കുന്ന ഈ അക്കാഡമിയിലെ ഏക സാധാരണക്കാരി. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്ന ഡോൾ വിറച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തോടെ യെസ് മിസ് എന്ന് പറയുന്നു. നിനക്കറിയാമായിരുന്നു, എന്നാലും നീ ഇവിടെ വന്നു. അതിനർത്ഥം നിന്റെ മാതാപിതാക്കൾ. കെൻസുബുറോ ഇത് പറയുമ്പോൾ അന്ന പേടിയോടുകൂടി കേട്ടിരുന്നു. അതിനർത്ഥം നിന്റെ പേരൻസ് നിന്നെ നന്നായിട്ട് വളർത്തിയെന്ന്. ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഗ്രേസ് തന്നെ വഴക്ക് പറയാനാണ് വന്നിരിക്കുന്നതെന്നാണ് അന്ന ഡോൾ വിചാരിച്ചത്. പക്ഷെ ഗ്രേസ് തന്നെ പുകഴ്ത്തിയപ്പോൾ അന്നയ്ക്ക് അത് വളരെയധികം ഷോക്കായി. അപ്പോഴാണ് തനിക്ക് പണി പാളിയെന്ന് കെൻസുബുറോയ്ക്ക് മനസ്സിലായത്. താൻ ഇപ്പോൾ ഒരു വില്ലനസ് അല്ലേ, അപ്പോൾ ഒരു വില്ലനസിനെ പോലെയല്ലേ പെരുമാറേണ്ടതെന്ന് കെൻസുബുറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു രക്ഷിതാവിന് തോന്നിയ അഭിമാനം കൊണ്ടാണ് കെൻസുബുറോ എന്നെ പ്രശംസിച്ചത്. അത് സത്യമാണെന്നും തങ്ങളെപ്പോലെ ഉയരത്തിലുള്ള ആളിന് ഇത്രയും കൈൻഡ് ആകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് കൂടുകൂടെ കരയാൻ തുടങ്ങി. പക്ഷെ പുറമേ നിന്ന് ആളുകൾ നോക്കുമ്പോൾ അന്ന കരയുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആളുകളെല്ലാവരും ഗ്രേസ് എന്തോ കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് അന്ന കരയുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. കാര്യങ്ങൾ വഷളാകുന്നതിന് മുമ്പ് ഗ്രേസ് അന്നയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ദൂരെ മാറുന്നു. അവിടെ നിന്ന് ഇത്തിരി മാറി ഒരു ഫൗണ്ടൻ്റെ അടുത്തായിട്ടുള്ള ബെഞ്ചിൽ ഇരുവരും പോയി ഇരിക്കുന്നു. കണ്ണീര് തുടയ്ക്കാനായി കെൻസുബുറോ അന്നയ്ക്കൊരു തൂവാലയും കൊടുക്കുന്നു. അപ്പോൾ അന്ന പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞതിന് ഗ്രേസിനോട് സോറി ചോദിക്കുന്നു. പെട്ടെന്നൊരാൾ പേരൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷത്തിലാണ് കരഞ്ഞതെന്നും അവൾ ഈ സ്കൂളിൽ വന്ന് പഠിക്കുവാൻ അവളുടെ പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയതുമെന്നൊക്കെ ഗ്രേസിനോട് അന്ന പറയുന്നു. പിന്നീട് നോവൽസൊക്കെ പഠിക്കുന്ന സ്കൂളാണ്, അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് അന്ന ഉപദേശിക്കുന്നു. ഇനിയും പേരൻസിന് വേണ്ടി അന്ന എന്ത് ചെയ്യണമെന്നറിയാമല്ലോ എന്ന് ചോദിക്കുന്നു. നന്നായിട്ട് പഠിച്ച് നല്ലൊരു മജീഷ്യനായി തീരണമെന്നല്ലേ എന്ന് അന്ന ഗ്രേസിനോട് ചോദിക്കുന്നു. അപ്പോൾ കെൻസുബുറോ അല്ല, അതിനേക്കാൾ അധികം നീ ചെയ്യേണ്ടത് നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി ഇരിക്കുക എന്നതാണ്. ഇത് തന്നെയല്ലേ നിൻ്റെ പേരൻസും ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അന്ന ഡോൾ വീണ്ടും കരയാൻ തുടങ്ങി. ഇത് തന്നെയാണ് എൻ്റെ വീട്ടുകാരും പറഞ്ഞത്. മിസ് ഗ്രേസിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു? താൻ ഗസ് ചെയ്തതാണെന്ന് കെൻസുബുറോ തിരിച്ചു മറുപടി പറയുന്നു. അപ്പോഴേക്കുമാണ് പുതിയ ഒരാളുടെ എൻട്രി. ഓ, അത് നീയാണോ ഗ്രേസ്? എന്നോട് പറയില്ലേ നീ ആദ്യത്തെ ദിവസം തന്നെ ഒരു കുട്ടിയെ കരയിപ്പിച്ചു എന്ന്? ഇവനാണ് നമ്മുടെ ഓട്ടോമൈൻ ഗെയിംസിലെ മെയിൻ ലീഡ്സുകളിലെ ആദ്യത്തവൻ. ഗ്രേസിനെ മുറച്ചിറക്കാനും ഈ രാജ്യത്തിൻ്റെ അടുത്ത ഭരണാധികാരിയുമായ ക്രൗൺ പ്രിൻസ്. അവൻ്റെ പേരെന്താണെന്ന് കെൻസുബുറോ ഓർക്കുന്നില്ല. ഓ ഇല്ല യുവർ ഹൈനസ്, അങ്ങനെ ചുമ്മാ ഒന്നും പറയാതെ. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആയതേ ഉള്ളൂ. ഓ ആണോ? നൈസ് ടു മീറ്റ് യു. എൻ്റെ പേര് അന്ന ഡോൾ എന്നാണ്. ഓ, നിന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നീയല്ലേ എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്? കൺഗ്രാറ്റുലേഷൻസ് എന്ന് പ്രിൻസ് അന്നയോട് പറയുന്നു. പക്ഷെ കെൻസുബുറോയുടെ കഷ്ടകാലത്തിന് പ്രിൻസ് ഇതുവരെ സ്വയം പരിചയപ്പെടുത്തിയില്ല. ഗ്രേസിൻ്റെ ഓർമ്മപ്രകാരം ഹൈ സ്റ്റാറ്റസിലുള്ള ആളുകൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് കെൻസുബുറോ അന്നയെ പ്രിൻസിന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു നല്ല ലുക്കല്ല. പക്ഷെ കെൻസുബുറോ എത്ര ചിന്തിച്ചിട്ടും പ്രിൻസിൻ്റെ പേര് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു നമ്പർ ഇടാമെന്ന് കെൻസുബുറോ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ക്രൗൺ പ്രിൻസാണ്. പേര് ഗസ് ചെയ്യാമോ എന്നന്നയോട് ചോദിക്കുന്നു. ക്രൗൺ പ്രിൻസ് വെർജിലോ? അതെ, ക്രൗൺ പ്രിൻസ് വെർജിനാണ്. അങ്ങനെ കെൻസുബുറോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ശരിക്കത്തെ ഗെയിമിൻ്റെ കഥയനുസരിച്ച് ഗ്രേസ് കളിയാക്കിയതിൻ്റെ വിഷമത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അന്നയെ പ്രിൻസ് വെർജിൽ ആശ്വസിപ്പിക്കുന്നതാണ്. പ്രിൻസിനെ റൂട്ട് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് ഇത്. അപ്പോൾ കെൻസുബുറോ അന്നയോട് ചോദിച്ചു, അന്ന, പ്രിൻസ് വെർജിൽ എങ്ങനെയുണ്ട്? ഓ, നല്ല ആളായി തോന്നുന്നു. പക്ഷേ മിസ്, ഇപ്പം എന്നെ മിസ്സിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് മിസ്സിനെ ഞാൻ ഫ്രണ്ടായിട്ട് കണ്ടോട്ടെ എന്ന് അന്ന ഗ്രേസിനോട് ചോദിക്കുന്നു. ഓക്കെ അന്ന, നമുക്കിനി ക്ലാസ്സിലോട്ട് പോകാം എന്ന് കെൻസുബുറോ മറുപടി പറയുന്നു. നന്നായി, ആരും ഇതുവരെ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് കെൻസുബുറോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രേസ് ഓവർക്ക് റോയൽ അക്കാഡമി ഓഫ് മാജിക്കിലോട്ട് സ്വാഗതം. ഗ്രേസിൻ്റെ ഓർമ്മയനുസരിച്ച് ഈ കിളവനാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. താൻ ചെറുതായിട്ട് അങ്ങയുടെ പേര് മറന്നുപോയി. പക്ഷേ ഗ്രേസിനെ അറിയുന്ന ആര് വന്നാലും താൻ ഇനി പേടിക്കുകയില്ല എന്ന് കെൻസുബുറോ മനസ്സിൽ വിചാരിക്കുന്നു. പ്രിൻസിപ്പൽ സാർ, താങ്ക് യു വെരി മച്ച്. ഇതിനെയാണ് നമ്മൾ എലിഗൻറ്റ് ചേറ്റ് എന്ന് വിളിക്കുന്നത്.
ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുവരെ താൻ ഗെയിമിൽ കണ്ടതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യമായി പറഞ്ഞാൽ മാജിക് പഠിക്കാൻ കെൻസുബോറോ കുറച്ച് എക്സൈറ്റഡ് തന്നെയാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് അടിപൊളിയാണ് മിസ് ഗ്രേസ്. ഞാൻ ഇങ്ങനെ ബുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സ്വപ്നം കാണുകയാണോ? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അന്ന, ടീച്ചർ ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കൂ. ഓ സോറി എന്ന് അന്ന കെൻസുബോറോയോട് പറയുന്നു. അത് വില്ലനസിനെ പോലെ ഉണ്ടായിരുന്നു അല്ലേ? ഓ എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ കെൻസുബോറോ ചിന്തിക്കുന്നു. ഇത്രയും പാവമായൊരു കുട്ടിയോട് ദേഷ്യപ്പെടാൻ പാടാണ്. പക്ഷേ താൻ ഗ്രേസായി പുനർജനിച്ചതുകൊണ്ട് പറ്റുന്ന അത്രയും വില്ലനസായി അഭിനയിക്കണം. അന്നയ്ക്ക് വിഷമമായി എന്നാണ് കെൻസുബോറോ വിചാരിച്ചത്. പക്ഷേ അന്ന മിസ് ഗ്രേസ് എന്തൊരു നല്ല ആളാണെന്നാണ് വിചാരിക്കുന്നത്. താൻ ഇപ്പോൾ കണ്ടുമുട്ടിയ വെറുതെക്കാരിയാണെങ്കിലും താൻ ബെറ്ററാകാൻ തൻ്റെ തെറ്റുകൾ പറഞ്ഞു തിരുത്തുകയാണ് മിസ് ഗ്രേസ്. ഒരു നോവൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മിസ് ഗ്രേസ്. അതുകൊണ്ട് താൻ മിസ് ഗ്രേസിനെ കണ്ടുപഠിക്കണം എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. എന്ത് സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്? പിന്നെ ടീച്ചറിനെയും ടെക്സ്റ്റ് ബുക്കിനെയും നോക്കുന്നു. മിസ് ഗ്രേസ് പഠിക്കുന്നത് ഇമാജിൻ ചെയ്യുമായിരിക്കുമല്ലേ? മിസ് ഗ്രേസ് റിയലി അമേസിംഗ് ആണ്. പക്ഷേ പാവം അന്നെ അറിയുന്നില്ലല്ലോ കാര്യങ്ങളുടെ സത്യാവസ്ഥ. കെൻസുബോറോയ്ക്ക് ദൂരെയുള്ളത് കാണുവാൻ കഴിയില്ല. അത് കാണാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അത് കാണാൻ കഴിയുമെന്നറിഞ്ഞപ്പോഴുള്ള പുഞ്ചിരിയാണ് ആ മുഖത്ത്. അപ്പോൾ അങ്ങ് മാറി പ്രിൻസ് വെർജിലും ഒരു ഡൂക്കിൻ്റെ മകനായ ഓഗസ്റ്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് വെർജിലിനോട് സ്റ്റുഡൻറ്റ് കൗൺസിലിലോട്ട് ഫസ്റ്റ് ഇയേഴ്സിൽ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. വെർജിൽ 2 ആളുകളെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന് നമ്മുടെ ഗ്രേസും പിന്നെ നമ്മുടെ അന്നാഡോളും. ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ അന്നാഡോൾ ഒരു കോമണർ ആയതുകൊണ്ട് അവർ രണ്ടും ചേരുമോ എന്ന സംശയം ഓഗസ്റ്റ് ഉയർത്തുന്നു. അപ്പോൾ അത് തന്നെയാണ് തൻ്റെ സംശയമെന്നും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തൻ്റെ കണ്ണ് ഗ്രേസിൻ്റെ മേലെ ഉണ്ടാകുമെന്നും പ്രിൻസ് വെർജിൽ ഓഗസ്റ്റിനോട് പറയുന്നു. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ വശത്ത് ഗ്രേസും അന്നയും ലഞ്ച് കഴിക്കാനായി ക്യാൻറ്റീനിലോട്ട് പോകുന്നത്. അപ്പോൾ 2 പേർക്കും അവിടെ നിന്ന് ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കാൻ സാധിച്ചു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു ബട്ട്ലറിനെയും 3 സ്റ്റുഡൻസിനെയുമാണ് കണ്ടത്. തനിക്കറിയത്തില്ലേ ഞങ്ങൾ കൗണ്ടിൻ്റെ മക്കളാണെന്ന്? എന്നിട്ടും താൻ ഞങ്ങളോട് സ്വന്തമായി ഫുഡ് എടുത്തു പോയിരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ? അപ്പോൾ ആ സെർവൻ മാപ്പ് പറഞ്ഞ് ഇത് ഇവിടുത്തെ റൂളാണെന്നും ഇവിടുത്തെ സ്റ്റുഡൻസിന് സ്വന്തമായ കാര്യപ്രാപ്തി ഉണ്ടാകാനുമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സ്റ്റുഡൻസ് അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഫുഡ് സെർവ് ചെയ്യുക എന്നത് വേലക്കാരുടെ ജോലിയാണെന്നും തങ്ങളുടെ ഭക്ഷണം തങ്ങളുടെ ടേബിൾ കൊണ്ടുവയ്ക്കാനും ആവശ്യപ്പെട്ടു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന കെൻസുബോറോ താൻ തന്നെ ഒരു മാതൃക കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോകാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബട്ട്ലർ ഒരു ഡ്യൂക്കിൻ്റെ മോളെ പോലെ തന്നെ ഉണ്ടെന്നും പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ 3 സ്റ്റുഡൻസ് അവരും പോയി കഴിക്കാമെന്ന് പറയുന്നു. നോബിൾസ് ആണെങ്കിലും ബട്ട്ലേഴ്സ് ആണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരല്ലേ, അതുകൊണ്ട് എല്ലാവരെയും റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ കെൻസുബോറോ മനസ്സിൽ വിചാരിക്കുന്നു. മോഡേൺ കാലത്ത് ഇതൊക്കെ ബേസിക് മാനേഴ്സാണ്. പ്ലേറ്റിലുള്ള ഭക്ഷണം മുഴുവൻ കഴിക്കുക, ഫുഡ് കഴിക്കാൻ പറ്റിയതിന് ദൈവത്തോട് നന്ദി പറയുക, പിന്നെ ഷെഫിനെ പ്രശംസിക്കുക. അപ്പോൾ ഗ്രേസ് എഴുന്നേറ്റ് ബട്ട്ലറിനോട് ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ബട്ട്ലർ യെസ് മിസ് എന്ന് പറയുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു, ഷെഫിനോട് പറഞ്ഞേക്ക്. ഗ്രേസിൻ്റെ മാതൃക കണ്ട് അവിടെയുള്ള എല്ലാവരും ഷെഫിനോട് ഫുഡ് നല്ലതാണെന്ന് പറയാൻ ബട്ട്ലറിനോട് ആവശ്യപ്പെടുന്നു. അന്നേ ദിവസം തൊട്ട് അത് ആ അക്കാഡമിയിലെ ഒരു ട്രഡീഷനായി മാറി. ഇങ്ങനെ നമ്മുടെ എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലത്തെ മാമന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ. ദിസ് ഈസ് മാംഗോ എക്സ്പ്ലെയിനർ.